ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ദൈവത്തിന് സ്വീകാര്യനാവുക. മേക്ക് യുവർസെൽഫ് അക്സെപ്റ്റബിൾ ടു ദ ലോർഡ്. ഒരു വ്യക്തിയുടെ സാക്ഷ്യം ശ്രദ്ധിച്ചുകൊണ്ട് ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ എളങ്ങോയി ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 4 മക്കളാണുള്ളത്. 3ാമത്തെ കൊച്ചിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ 3ാമത്തെ മകന് 2.5 വയസ്സായിട്ടും ഒരു അമ്മ എന്നൊരു വാക്കല്ലാതെ വേറൊന്നും പറയില്ല, ഒരക്ഷരം ഉണ്ടല്ല അല്ലേ. അതിൻ്റെ ഇളയ കൊച്ചു വർത്താനം പറയാൻ തുടങ്ങുകയും കൂടി ചെയ്തു. ഇതിൻ്റെ ഇളയ കൊച്ചു നല്ല സംസാരിക്കാൻ തുടങ്ങി. ദൈവമേ എന്ന് വിളിച്ചോണ്ട് ഞാൻ കരയാൻ തുടങ്ങി. അപ്പോൾ ഈ മൂത്ത കുട്ടിയുടെ കാര്യം കാണുമ്പോൾ ദൈവമേ എന്ന് വിളിച്ച് അമ്മ കടന്ന് കരച്ചിലും ആരംഭിച്ചു. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അപ്പം സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇപ്പം 4 പിള്ളേരെ കൊണ്ട് ഞാൻ വീട്ടിൽ ആരുമില്ലാതെ ഞാൻ ഇങ്ങനെ പോകും എന്നോർത്തോണ്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അയലോക്കത്തെ ചേച്ചി പറഞ്ഞു, നിങ്ങൾ ഈ അഭിഷേകഗ്നി ആണ്. 11 മണിക്ക് സ്പീച്ച് തെറാപ്പിക്കൊന്നും പോകണ്ട, നീ രാത്രി 11 മണിക്കത്തെ അഭിഷേകഗ്നി കാണ്, അതിൽ കൊച്ചിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. നമ്മൾ വിശ്വാസികളല്ലേ, എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ചെറുതായിട്ടൊന്ന് ശാസിച്ചിട്ട് അഭിഷേകനെ കാണാൻ നിർദ്ദേശിച്ചു. ഞാൻ ഈ മൂത്ത 2 കൊച്ചുങ്ങളെ സ്കൂളിൽ പോയി ഇളയ 2 പിള്ളേരെ എൻ്റെ 2 തൊടയിലും വെച്ചോണ്ട് യേശുവേ എൻ്റെ കൊച്ചിനെ കനിയണമേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3ാം ദിവസം തൊട്ട് കൊച്ചു കിളി പോലെ വർത്താനം പറയാൻ തുടങ്ങി. കൊച്ചു നല്ല കിളി പോലെ അങ്ങോട്ട് സംസാരിക്കാൻ. ഇപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മിടുക്കനായിട്ട് പോയി പ്രസംഗം പറയുന്നു, പ്രസംഗങ്ങൾ പറഞ്ഞ് സമ്മാനങ്ങൾ കൊണ്ട് വീട് നിറയാമോ. അഭിഷേകാഗ്നിയുടെ മുമ്പിൽ ഇരുന്ന് 2 പിള്ളേരെടുത്തിട്ട് യേശുവേ സഹായിക്കണം, സ്പീച്ച് തെറാപ്പിക്കൊന്നും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ മോൻ സംസാരശക്തി നൽകാൻ അങ്ങേക്ക് കഴിയുമെന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥനയാണ്. 3ാം ദിവസം തൊട്ട് കിളി പോലെ എങ്ങനെയാ മണി പോലെ കിളി പോലെ അവനോട് ചോദിക്കുന്നതിനല്ല നല്ല വെടിച്ചിൽ പോലെ അവ അങ്ങനെ മറുപടി പറയുക, സംസാരിക്കുക. പ്രസംഗമൊക്കെ പറയുമ്പോൾ വെടിച്ചില് പോലെ എങ്ങനെ പ്രസംഗം പറയുന്നത്? നമ്മള് എന്നതെങ്കിലും ഒന്ന് അവനോട് കോപിച്ച് പറയുകയാണെങ്കിൽ അതിനേക്കാൾ നല്ല ഉത്തരം, നല്ല സ്ട്രോങ് ആയിട്ട് ഉത്തരം അങ്ങോട്ട് തിരിച്ചു പറയും. അതേമാതിരി വായ അങ്ങോട്ട് തുറന്നു കൊടുത്ത് എബിൻ എന്നാണ് അവന്റെ പേര്. നോക്കിയ കർത്താവ് കണ്ട നല്ല വെടിച്ചില് പോലെ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശുവേ നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്ന് നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്ന് നിറഞ്ഞിടട്ടെ. ഞാൻ ദൈവകൃപയാ ഇന്ന് നിറഞ്ഞിടട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ കൂടെ നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അന്ധകരണങ്ങളെ വിശുദ്ധീകരിക്കണം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വചനങ്ങൾ നമുക്കായി തുറന്നു തരണം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവിൻ്റെ നാമം നമുക്ക് ഏൽപ്പിച്ചു തരണം. യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴിയുള്ള രക്ഷ നമ്മളിലേക്ക് നിറയാൻ, യേശുവിലേക്ക് നമ്മുടെ ഹൃദയം ലയിക്കാൻ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷം നമ്മളെ സ്പർശിക്കണം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. മാതാപിതാക്കന്മാരും കുട്ടികളും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി എത്രമാത്രം ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിക്കാമോ?
അത്രയും ദാഹത്തോടെ സ്തുതിച്ച് പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവേ, ഓ മൈറ്റി അനോയിന്റിംഗ്, ഓ ഹോളി സ്പിരിറ്റ്, ജീവിക്കുന്ന ദൈവത്തിന്റെ അരൂപിയേ, ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, ദൈവത്തിന്റെ ആത്മാവേ, നവ്യമായി ഞങ്ങളിൽ വസിക്കണമേ. ഹോളി സ്പിരിറ്റ്, ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, come Holy Spirit, നവ്യമായി ഞങ്ങളിൽ വസിക്കണമേ. നിറയണമേ, ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. we surrender ourselves to you, Lord. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, We are before you. സ്നേഹം നിറച്ചു നീ Hallelujah. ഉപയോഗിക്കൂ. Anoint us, O Lord. ഉരുക്കി Hallelujah, hallelujah, ഞങ്ങളെ hallelujah. വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, touch the Holy Spirit, almighty power, almighty God, almighty God, touch, embrace us, O Lord. Holy Spirit, and renew us, renew our lives. Thank you, Holy Spirit. Hallelujah, 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 hallelujah. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ, ഓരോ ഹൃദയങ്ങളെയും അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ. ടച്ച് ഓ ഹോളി സ്പിരിറ്റ്, fill your divine sweetness, O Holy Spirit, fill your wisdom. We need your divine wisdom, O Lord. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദിവ്യജ്ഞാനത്താൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ അന്തരംഗങ്ങളെ നിറയ്ക്കണമേ, സർവ്വ കുട്ടികളെ അനുഗ്രഹിക്കണമേ, വിദ്യാർത്ഥിനികളെ അനുഗ്രഹിക്കണമേ, രോഗികളെ ഇപ്പോൾ ആശ്വസിപ്പിക്കണമേ, വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരികെ കൊണ്ടുവരണമേ. അവിടുന്ന് എല്ലാ ഹൃദയങ്ങൾക്കും അനുസരിച്ച് ഇടപെട്ട് ഇപ്പോൾ തന്നെ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താൽ ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുന്നു. പ്ലീസ് ബി സീറ്റഡ്. പ്രിയപ്പെട്ട ദൈവ മക്കളെ, ഇന്ന് ചിന്തിക്കാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചന ഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 25 വരെ തിരുലിഖിതങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 23 to 25. പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിൽ ആയിരിക്കുമ്പോൾ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ജെറുസലേമിൽ ആയിരുന്ന സമയത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ജെറുസലേമിൽ പ്രവർത്തിച്ചു. അത് ജനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു. When he was in Jerusalem during the Passover festival, many believed in his name because they saw the signs that he was doing. വളരെ വലിയ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ യേശു ക്രിസ്തു പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും, വളരെയധികം ആളുകൾ, ബൈബിൾ പറയുകയാണ്, വളരെ അധികം ആളുകൾ
അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. എന്നാൽ തുടർന്ന് വരുന്ന വചനം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. ബട്ട് ജീസസ് on his part would not entrust himself to them. He didn't trust them. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. തുടർന്നുള്ള വചനം, കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. And he needed no one to testify about anyone, for he himself knew what was in everyone. For he himself knew what was in everyone. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ വലിയ ആഹ്ലാദാരവത്തെ മുടക്കി യേശു 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 യേശുവിനെ വിശ്വസിക്കുന്നു, യേശുവിൽ ആനന്ദിക്കുന്നു, യേശുവിൽ സന്തോഷിക്കുന്നു, യേശുവിന് ചുറ്റും കൂടുന്നു, യേശു നടക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കുന്നു. ഇങ്ങനെ വളരെ കാര്യങ്ങളിൽ സന്തോഷിച്ച് യേശു ക്രിസ്തുവിൽ ആകർഷരായി യേശുവിൽ വിശ്വസിച്ച് ഇങ്ങനെ യേശുവിന് ചുറ്റും നടക്കുകയാണ്. എന്നാൽ യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. കുറേ പേരെ അല്ല, അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും ഹൃദയം യേശു അറിഞ്ഞിരുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മക്കളെ, ശുശ്രൂഷകരെ, ഈ വചനം കേൾക്കാൻ വേണ്ടി കർത്താവിൽ നിന്ന് ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന സകല മക്കളും ഇന്നറിയണം, ഈ സമയം യേശു നിങ്ങളുടെ മുഴുവൻ അവസ്ഥ, നിങ്ങളുടെ ഹൃദയം അറിയുകയാണ്. നിൻ്റെ ഹൃദയം അവൻ അറിയുന്നു, നിൻ്റെ അവസ്ഥ അവൻ അറിയുന്നു. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹൃദയം അറിയുന്ന കർത്താവ് ഇന്ന് നിങ്ങളിൽ സന്തോഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് അറിയുന്നുണ്ട്. നിങ്ങളുടെ സമൂഹത്തിലെ സർവ്വ കാര്യങ്ങൾ കർത്താവ് അറിയുന്നുണ്ട്. ആ കർത്താവ് ഇന്ന് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ നോക്കി സന്തോഷിക്കുന്നുണ്ടോ? സകല കാര്യങ്ങളും അറിയുന്ന ജീവിക്കുന്നവനായ കർത്താവിൻ്റെ കണ്ണുകൾ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സകല രഹസ്യങ്ങളും നിഗൂഢ കാര്യങ്ങളും അവൻ വിവേചിച്ച് മനസ്സിലാക്കുന്നു. സകല ഹൃദയ രഹസ്യങ്ങളും അറിയുന്നവനായ ജീവിക്കുന്നവൻ യേശു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവ പൈതലെ, ഞാൻ ചോദിക്കുന്നു, യേശു നിങ്ങളിൽ സന്തോഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് യേശു ഇന്ന് സന്തോഷിക്കുന്നുണ്ടോ? നിൻ്റെ ഈ നടപ്പ്, നിൻ്റെ ഈ യാത്ര, നിൻ്റെ ഈ മുമ്പോട്ടുള്ള നിൻ്റെ ഈ ജീവിത രീതിയെക്കുറിച്ച് യേശു ഇന്ന് സന്തോഷിക്കുന്നുണ്ടോ? മൈ ഡിയർ ചിൽഡ്രൻ, വാട്ട് ഡു യു സേ? ഈസ് ജീസസ് ഹാപ്പി അബൌട്ട് യുവർ ലൈഫ്? നിൻ്റെ ജീവിത രീതിയെക്കുറിച്ച് നിൻ്റെ കർത്താവായ യേശു സകലതും അറിയുന്നവനായ അവിടുന്ന് സന്തോഷിക്കുന്നുണ്ടോ? ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ മനുഷ്യനിലുള്ളത് എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിരുന്നു. ഇത് വലിയൊരു രഹസ്യമാണ്, ഒരു മിസ്റ്ററിയാണ് സഹോദരങ്ങളെ. ദൈവമായ കർത്താവ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും അറിഞ്ഞിട്ടും നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നു. പഴയ നിയമത്തിൽ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആ നെബൂഖദ്നേസറിൻ്റെ ആ കൊട്ടാരത്തിൽ അവിടെ പിന്നെ വീഞ്ഞും ഇതൊക്കെ വിശുദ്ധ പാത്രങ്ങൾ ഇത് കുടിക്കുന്ന സമയത്ത് ഒരു കരം വന്ന് എഴുതി അവൻ്റെ രാജ്യം ഒന്ന് പറിച്ചെടുത്തു, അവൻ്റെ സകലത വന്ന് മാറ്റി, അവൻ്റെ ജീവൻ്റെ മരണം, അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയ സംഭവങ്ങൾ ദാനിയേൽ പ്രവാചകൻ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. ഒരുപാട് പേര് ദൈവത്തിന് അഹിതമായത് പ്രവർത്തിച്ച സമയത്ത്, പ്രത്യേകിച്ച് അനനീയ സഫീറമാർ പത്രോസ്ലീഹ അടുത്ത് വന്നപ്പോൾ ഒരു ചെറിയ നുണ പറഞ്ഞോളൂ, അവർ മരിച്ചു വീണ കാര്യം അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ സർവ്വ കാര്യങ്ങളും അറിയുന്നവനായ കർത്താവ്, ആ കർത്താവിന് മുമ്പിൽ ഇന്നും വരാനും ജീവിക്കാനും ഇടപെടാനും ചുറ്റും നടക്കാനും നമ്മൾ അനുവദിക്കുകയാണ്. നമ്മൾ പള്ളിയിൽ പോകുന്നു, ശുശ്രൂഷ ചെയ്യുന്നു, കുർബാന അർപ്പിക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ദൈവത്തിന് പ്രീതികരമാകുന്നുണ്ടോ? if I am not acceptable to the Lord, what I give to him is not at all acceptable to the Lord.
കായൻ ദൈവത്തിന് സ്വീകാര്യനില്ലായിരുന്നുകൊണ്ട് കായൻ്റെ അർപ്പണവും സ്വീകാര്യമായില്ല. എൻ്റെ ഹൃദയം കർത്താവിന് സ്വീകാര്യമല്ലെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി കൊണ്ടുവന്ന് അർപ്പിക്കുന്ന കാര്യങ്ങളിൽ അവിടുന്ന് എങ്ങനെ സന്തോഷിക്കും? അവിടുന്ന് എങ്ങനെ സന്തോഷിക്കും? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനകളിൽ നിന്ന് കർത്താവ് സന്തുഷ്ടനാണോ? നമ്മുടെ ശുശ്രൂഷകളിൽ കർത്താവ് സന്തുഷ്ടനാണോ? നമ്മുടെ ബലിയർപ്പണങ്ങളിൽ കർത്താവ് സന്തുഷ്ടനാണോ? നമ്മുടെ സൽകൃത്യങ്ങളിൽ കർത്താവ് സന്തുഷ്ടനാണോ? If you are not at all acceptable to the Lord, your offerings are also rejected by the Lord. It does not give pleasure to the Lord. സാമുവേൽ പ്രവാചകൻ 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 16 വേഴ്സസ് 6 and 7. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സാമുവേൽ പ്രവാചകൻ ജസ്സയുടെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ജസ്സയുടെ മക്കളെല്ലാവരും കൊണ്ടുവരുന്ന സമയത്ത് 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ വന്നപ്പോൾ ജസ്സയുടെ മൂത്ത മകൻ ഏലിയാബ് അവൻ വന്നപ്പോൾ സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാര വടിവോ ഉയരമോ നീ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. എന്താ ഇതിൻ്റെ അർത്ഥം? അവൻ്റെ ശുശ്രൂഷ എനിക്ക് വേണ്ട. ഹീ ഈസ് ഗുഡ്, ഹീ ഈസ് അക്സെപ്റ്റബിൾ ടു ഓൾ മെൻ, ഹീ ഈസ് very acceptable to his father, he is very acceptable to all the family members. അവൻ്റെ കുടുംബാംഗങ്ങൾക്കും അവൻ്റെ അപ്പനും അവൻ്റെ നാട്ടുകാർക്കും എല്ലാം വേണ്ടപ്പെട്ടവനും സ്വീകാര്യനും കുറ്റമില്ലാത്തവനുമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, അവൻ്റെ ശുശ്രൂഷ എനിക്ക് വേണ്ട. നീ അവൻ്റെ ഉയരമോ ആകാര വടിവോ സ്വഭാവദാർഷ്ട്യമോ സ്വഭാവ ശ്രേഷ്ഠതയോ ഒന്നും നീ അധികം നോക്കണ്ട. എന്നിട്ട് തുറന്ന് പറയുകയാണ്, മനുഷ്യർ ബാഹ്യഭാവങ്ങളിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിൽ ശ്രദ്ധിക്കുന്നു. മനുഷ്യൻ ബാഹ്യരൂപം കണ്ട് അവനിൽ സംപ്രീതനാകുന്നു. പുറമേയുള്ള പെരുമാറ്റം, പുറമേയുള്ള നടപ്പ്, പുറമേയുള്ള ഇരിപ്പ്, പുറമേയുള്ള ചിരി, സംസാരം, ഇടപെടൽ, പെരുമാറ്റം എല്ലാം കണ്ട് അവന് വിലയെടുത്ത് മാർക്കിട്ടുന്നു. ബെസ്റ്റ് സ്റ്റുഡൻറ്, എക്സലൻസിക്കുള്ള അവാർഡ് ഓഫീസിൽ, ബെസ്റ്റ് ലീഡർ, ബെസ്റ്റ് പൊളിറ്റീഷ്യൻ, എല്ലാ സ്ഥലത്തും ഈ ലോകത്തിൽ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് സ്വീകാര്യനാകാൻ പറ്റും. പ്രിയപ്പെട്ട മക്കളെ, സ്കൂളിൽ നിങ്ങൾക്ക് സ്വീകാര്യനാകാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ മൂർഖ സ്വഭാവമുള്ളവരും പല അവസ്ഥകളായിരിക്കാം, പക്ഷേ ടീച്ചറിൻ്റെ മുമ്പിൽ നന്നായി പെരുമാറാൻ നിങ്ങൾക്ക് പറ്റും. ഓഫീസിൽ നിങ്ങൾ നന്നായി പെരുമാറാൻ പറ്റും. അവിടെ ചിലപ്പോൾ എക്സലൻസിക്കുള്ള അവാർഡ് നിങ്ങൾക്ക് നേടാൻ പറ്റും. മനുഷ്യരുടെ മുമ്പിൽ നല്ലവരായി കാണപ്പെടുന്ന നിങ്ങളുടെ ഹൃദയത്തെ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? ജീവിക്കുന്നവനായ ദൈവത്തിന് മുമ്പിൽ കോടാനുകോടി വർഷങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ജീവിക്കുന്നവനായ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ സ്വീകാര്യമാക്കണ്ടേ? ഈ 5, 10, 20 വർഷം കിട്ടുന്ന ജോലിക്ക് വേണ്ടി ആ ഓഫീസിലും ആ ബോസിന് മുമ്പിൽ നമ്മളെ തന്നെ സ്വീകാര്യനാക്കാൻ പരിശ്രമിക്കുന്നതിൻ്റെ ഒരു പകുതി അധ്വാനമെങ്കിലും കോടാനുകോടി ജീവിക്കാനുള്ള ദൈവമായ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശനം കിട്ടാൻ ഞാനും നിങ്ങൾ കർത്താവിന് മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങൾ സ്വീകാര്യമാക്കാൻ വേണ്ടി അധ്വാനിക്കാൻ കടപ്പെട്ടവരല്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപാട് പേര് അവരുടെ ഹൃദയത്തിലുള്ള പല പാപങ്ങളും അവർ ഒളിച്ചു വെച്ച് പുറമേ കർത്താവിന് മുമ്പിൽ വന്ന് എല്ലാം മേനി പറയുകയാണ്. കർത്താവാകട്ടെ അവരെ വിശ്വസിക്കുന്നില്ല. കാരണം അവനിലുള്ളത് എന്താണെന്ന് കർത്താവ് അറിഞ്ഞു, എന്നിലുള്ളത് എന്താണെന്ന് കർത്താവ് കാണുന്നു. വിശുദ്ധ ലിഖിതത്തിൽ 90-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ തിരുലിഖിതം, അവിടുത്തെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ രഹസ്യ പാപങ്ങൾ വെളിപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 90-ാം സങ്കീർത്തനത്തിൽ 8-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, സാം 90 വേഴ്സ് 8, ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ട്, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ
അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. ഓൾ അവർ സീക്രട്ട് സിൻസ്, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സകല രഹസ്യങ്ങളും അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 19-ാം തിരുലിഖിതം, അവിടെ ദൈവമായ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങൾ ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ്. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. He knows everything. ഞാൻ എൻ്റെ കർത്താവിനെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, എൻ്റെ സർവ രഹസ്യങ്ങളും അവിടുത്തെ മുമ്പിൽ അനാവൃതവും വ്യക്തവുമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സമരിയാക്കാരി സ്ത്രീ കിണറ്റിൻ കരയിൽ കുടവുമായിട്ട് നിൽക്കുമ്പോൾ പല പല കാര്യങ്ങൾ സംസാരിച്ച് വലിയ വലിയ മേനി പറഞ്ഞ് നിൽക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവല്ല. എല്ലാ കാര്യങ്ങളും അറിയുന്നവനായ കർത്താവ് ഒരു ചെറിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അവളുടെ ഹൃദയം കിടുങ്ങി. അവൾ കർത്താവിന് മുമ്പിൽ സ്വീകാര്യനാകാൻ എളിമപ്പെട്ടു. എനിക്ക് ആ ജീവജലം വേണമെന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ എളിമപ്പെട്ടു. കർത്താവിനെ സ്വീകരിക്കാൻ, രക്ഷകനായി സ്വീകരിക്കാൻ അവളുടെ ഹൃദയം അവൾ തുറന്നു. ഇന്ന് കർത്താവ് ഇങ്ങനെ നോക്കി പറഞ്ഞാൽ, ഇന്ന് ഓരോ കുടുംബത്തിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെ അരികിൽ നിന്ന് കർത്താവ് ഈ വിധത്തിൽ നമ്മളോട് ഇടപെടുന്നില്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായം 20-ഉം 21-ഉം തിരുലിഖിതങ്ങൾ, ദൈവവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്നവർ പറഞ്ഞു. അവൻ അരുളി ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. മാത്യു ചാപ്റ്റർ 22 വേഴ്സസ് 20 and 21. ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്നവർ പറഞ്ഞു. ഇതാ ഒരു മാലാഖ നമ്മുടെ ഹൃദയം എടുത്ത് കർത്താവിന് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. കർത്താവ് ചോദിക്കുകയാണ്, ആ ഹൃദയത്തിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത്? ആ ഹൃദയത്തിൽ ആരാണ് നിറഞ്ഞിരിക്കുന്നത്? ഉടനെ മാലാഖ പറയും, അല്ലെങ്കിൽ യേശുവിന് മുമ്പിൽ അത് അനാവൃതം വ്യക്തവുമാണ്, യേശു അല്ല അവിടെ നിറഞ്ഞിരിക്കുന്നത്. യേശുവിനുള്ള സ്നേഹമല്ല അവിടെ നിറഞ്ഞിരിക്കുന്നത്. മദ്യത്തോടുള്ള ആഗ്രഹം, ഡ്രഗ്സിനോടുള്ള, ലഹരി വസ്തുക്കളോടുള്ള വലിയൊരു ദാഹം, കിടക്കുമ്പോഴും വെളുപ്പിന് എഴുന്നേൽക്കുമ്പോഴും മദ്യത്തെക്കുറിച്ച് മാത്രം വിചാരം, പകൽ വെളിച്ചത്തിരിക്കുമ്പോൾ മദ്യത്തെക്കുറിച്ച് വിചാരം, രാത്രി ഇരുട്ടിലിരിക്കുമ്പോഴും മദ്യത്തെക്കുറിച്ച് വിചാരം, ഫംഗ്ഷന് പോകുമ്പോഴും പാർട്ടിക്ക് പോകുമ്പോഴും മദ്യത്തെക്കുറിച്ച് വിചാരം, പള്ളിയിലായിരിക്കും എപ്പോഴും മദ്യത്തെ, ഹൃദയത്തിൽ മദ്യവിചാരം നിറഞ്ഞിരിക്കുകയാണ്. ജഡികാസക്തി, ജഡിക പാപങ്ങൾ, അവിഹിത ബന്ധങ്ങളിലുള്ള സന്തോഷം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. ദൈവം അംഗീകരിക്കാത്ത, ദൈവമില്ലാത്ത മനുഷ്യർ, ദൈവമില്ലാത്ത സന്തോഷം, പാപകരമായ സന്തോഷം. യേശു ചോദിക്കുകയാണ്, ഇതിലുള്ള രൂപമോ ലിഖിതമോ ആരുടേതാണ്? അത് ജഡിക പാപത്തോട് ചിന്ത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുമല്ലെങ്കിൽ സമ്പത്ത് ഹൃദയത്തിലിരിക്കുകയാണ്. അതുമല്ലെങ്കിൽ വെറുപ്പ്, വൈരാഗ്യങ്ങൾ, ബിസിനസ്, ഫാക്ടറിയുടെ വിജയം, സാമ്പത്തിക എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ, വിദ്യാഭ്യാസം, സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞ് അതങ്ങോട്ട് കൊടുത്തേക്ക്, അത് സ്വർഗത്തിന് വേണ്ട. ഈ ബാഹ്യരൂപം കണ്ടല്ല, ഹൃദയം കണ്ടാണ് കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞ്, ഞാൻ അവരെ തിരസ്കരിച്ചതാണ്, അവനെ എനിക്ക് വേണ്ട. പ്രിയ ദൈവമായതിരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നീ ഒരു തീരുമാനമെടുക്കുമോ? ഇനി ഞാൻ എന്തു ചെയ്യണം? വിശുദ്ധ ലിഖിതങ്ങൾ വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൻ്റെ നിത്യത, ആത്മാവിൻ്റെ നിത്യത, ജീവിക്കുന്നവനായ ദൈവവുമായുള്ള ബന്ധം നിങ്ങൾ ഗൗരവമായി എടുക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തന്ന സമയമാണ്.
ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ ദിവസമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ രക്ഷയുടെ സുദിനമാണ്, രക്ഷയുടെ സമയമാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് ഒരു തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ ഹൃദയം യേശുവിന് സമർപ്പിക്കും. ഞാൻ പാപിയാണ്, എനിക്ക് ആസക്തികളുണ്ട്, എനിക്ക് തളർച്ചയുണ്ട്, എനിക്ക് ദൈവത്തെ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥമായ അവസ്ഥ, എൻ്റെ ഹൃദയം ദൈവമല്ല, ലോകമാണ് ഇരിക്കുന്നത്. എൻ്റെ ഹൃദയം ദൈവമല്ല, സുഖലോലുപതയാണ് ഇരിക്കുന്നത്. എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ അല്ല, ലോകത്തിൻ്റേതാണ്. ഞാൻ മനുഷ്യരെ ആരാധിക്കുന്നു, ഞാൻ ബിംബങ്ങളെ ആരാധിക്കുന്നു, ഞാൻ മദ്യത്തിൽ സന്തോഷിക്കുന്നു, ഞാൻ കൂട്ടുകെട്ടുകളിൽ ആനന്ദിക്കുന്നു, മനുഷ്യരുടെ മുമ്പിൽ നല്ലതായി കാണപ്പെടുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു, എൻ്റെ ഹൃദയം ഒരുക്കുന്നതിൽ ഞാൻ തെല്ലും ശ്രദ്ധിക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവമായതല്ലേ, ഈ രാത്രി പിതാവായ ദൈവം വിളിക്കുകയാണ്. ഇത് നിനക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. അവൻ വന്ന് നിന്റെ പാപങ്ങൾ അവൻ്റെ ശരീരത്തിൽ വഹിച്ചു. അവൻ കുരിശിലേക്ക് കയറി നിനക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. നിന്റെ ഓരോ പാപത്തിനു വേണ്ടിയാണ് അവൻ തൻ്റെ പരിശുദ്ധ രക്തം ചിന്തിയത്. ആ രക്തത്താൽ നിന്റെ അന്ധകരണത്തെ, നിന്റെ ഹൃദയത്തെ, നിന്റെ മനസാക്ഷിയെ, നിന്റെ ആത്മാവിനെ കഴുകും. He will cleanse your conscience. He will cleanse your heart. He will cleanse yourself. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 13-14 വാക്യങ്ങൾ. Book of Hebrews chapter 9 verses 13 and 14. There we read like this: കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇപ്പോൾ ഒരുപക്ഷെ ഹൃദയം മുഴുവൻ ലോകത്തിൽ സന്തോഷിക്കുന്ന, ലോകത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയൊരു ഹൃദയമായിരിക്കാം. ലോകത്തിൽ മത്സരിച്ച് ലോകത്തിൽ 1-ാം സ്ഥാനം നേടാൻ വേണ്ടി ലോകത്തിൽ നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷമായിരിക്കാം നമ്മുടെ ഹൃദയത്തിനത്. ആ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് യേശു തൻ്റെ പരിശുദ്ധ രക്തം ചിന്തിയത്. ഈ രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, യേശുവേ, വ്യഗ്രത കൊണ്ട് നിറഞ്ഞെൻ്റെ ഹൃദയം, ആസക്തികൾ കൊണ്ട് നിറഞ്ഞെൻ്റെ ഹൃദയം, പാപ സന്തോഷങ്ങളിൽ മുഴുകുന്ന എൻ്റെ ഹൃദയം, ദൈവിക കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത എൻ്റെ ഹൃദയം, യേശു ക്രിസ്തു നഷ്ടപ്പെട്ട എൻ്റെ ഹൃദയം, സീസറിൻ്റെ ലോകത്തിൻ്റെതായ എൻ്റെ ഹൃദയം, ഇന്ന് രാത്രി അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് പിന്നെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. പ്രിയ ദൈവ പൈതലേ, ഒരു കാര്യം ഓർക്കണം. കുരിശിൻ്റെ വലതുവശത്തുള്ള കള്ളൻ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് ജീവിച്ച് ഹൃദയം ദൈവത്തിന് നഷ്ടപ്പെട്ട്, ദൈവത്തിന് ഹൃദയം സമർപ്പിക്കാൻ പറ്റാതെ ദൈവത്തിൻ്റെ മുമ്പിൽ അൺഅക്സെപ്റ്റബിളായ ഒരവസ്ഥയിലായിരുന്നു. ദൈവം ഇല്ലാത്തൊരു ഹൃദയമായിരുന്നു അത്. എന്നാൽ ഒരു ക്ഷണം, ആ മരണത്തിന് തൊട്ട് മുമ്പ് അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടായി. ഒരു മിറക്കിൾ, നമുക്ക് മനസ്സിലാവാനാത്ത ഒരു വലിയ എന്തോ ഒരു അത്ഭുതം, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകാത്ത വലിയൊരു പ്രവർത്തനം. ആ സെക്കൻഡിൽ അവൻ നിലവിളിച്ചു, യേശുവേ, അവിടുന്ന് അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണേ. അവൻ്റെ ഹൃദയത്തെ കർത്താവ് കഴുകി, അവൻ്റെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിച്ചു. അവൻ കർത്താവിന് സ്വീകാര്യനായി മാറി. He became an acceptable offering to the Lord. കർത്താവിന് പ്രിയങ്കരനായി അവൻ മാറി. അവൻ നേരെ പറുദീസയിലേക്ക് പ്രവേശനം അവന് കിട്ടി. അവൻ യേശുവിൻ്റെ കൂടെ നടക്കാം, അവൻ യേശുവിൻ്റെ രാജ്യത്ത് ഇരിക്കാം, അവൻ യേശുവിൻ്റെ രാജ്യത്തിൽ എല്ലാത്തിനും അവകാശം അവന് കിട്ടി. അവൻ എന്താ ചെയ്തത്? അവൻ വിശ്വസിച്ചു, അവൻ ഹൃദയം യേശുവിന് സമർപ്പിച്ചു. അവൻ വാക്കുകൊണ്ട് ഏറ്റുപറഞ്ഞു, അതരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞു, യേശുവേ, യേശുവിനെ വിശ്വസിച്ചു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ അനേകം പേര് ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കുന്നവരായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ പലതവണ യേശുവിനെ കുറിച്ച് കേട്ടു, പല ശുശ്രൂഷകൾ ചെയ്തു. ഒരു വലിയ ശുശ്രൂഷ ലീഡറോ, അല്ലെങ്കിൽ ഒരു കാറ്റഗിസം ടീച്ചറോ, ഒരു അധ്യാപകനോ, ഒരു അധ്യാപികയോ, ഒരു ഓഫീസറോ, ഒരു മേഖലകളിൽ നിങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. അനേക വർഷങ്ങളായി പള്ളിയിലെ വലിയ ശുശ്രൂഷകളുടെ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഹൃദയം ഇന്ന് വരെ യേശുവിന് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടെ കർത്താവിന് മുമ്പിൽ ഇരിക്കണം.
യേശു കർത്താവിനെ ധ്യാനിക്കണം, ക്രൂശിതനായ യേശുവിനെ ധ്യാനിക്കണം. യേശുവേ, യേശുവേ, അവിടുന്ന് എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു, അവിടുന്ന് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ഞാൻ എൻ്റെ പാപങ്ങൾ, എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട്, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്. പക്ഷേ അവിടുന്ന് കുരിശിൽ മരിച്ച് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ രക്തം ചിന്തി. അങ്ങയുടെ കുരിശ് മരണത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ പാപങ്ങൾ കഴുകിയതിന് ഓർത്ത് നന്ദി പറയുന്നു. അങ്ങേ ഞാൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. ഇന്ന് ഇവിടെ വെച്ച് ഞാൻ എൻ്റെ പാപത്തെ ഉപേക്ഷിക്കുന്നു. എൻ്റെ ജീവിതം എൻ്റെ യേശുവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഒരു തീരുമാനമെടുത്താൽ, ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ നിന്റെ ഹൃദയത്തിൽ കർത്താവ് വരും. ഹി വിൽ കം ആൻഡ് ഹി വിൽ ഡ്വെൽ ഇൻ യുവർ ഹാർട്ട്. ഹി വിൽ ടേക്ക് യു ടു ഹിസ് കിങ്ഡം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബാർബര. ഞാൻ കൊല്ലം ശക്തികുളങ്ങര ഇടവകയിൽ നിന്നും എൻ്റെ മോന് വേണ്ടി സാക്ഷ്യപ്പെടുത്താൻ വരികയായിരുന്നു. എൻ്റെ മോന് പെട്ടെന്നൊരു തലവേദനയുണ്ടായി. ബ്രെയിൻ്റെ ഞരമ്പ് പൊട്ടി, ബ്ലഡ് ലീക്കായി, തലയോടിളക്കി ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. 5 ഗ്രാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒപ്പിട്ട് തരണം, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ മോൻ ഷുഗർ രോഗത്താൽ കാല് മുറിച്ച ഒരു മകനാണ്. എനിക്ക് ഒരു മകനേ ഉള്ളൂ. ഇനി ഈ തലയോടിളക്കി ഇതും കൂടെ കാണാനുള്ള ശക്തി എനിക്കില്ല ഈശോയെ. അട്ടപ്പാടി മലമുകളിലിരിക്കുന്ന രോഗികളുടെ നാഥനായ പൊന്നി ഈശോയെ, അങ്ങയുടെ ഒരു തുള്ളി രക്തം എൻ്റെ മകൻ്റെ ശിരസിലൊഴുക്കി ഈ ഹോൾ അടച്ചു തന്ന് ഓപ്പറേഷനിൽ നിന്നും ഞങ്ങൾക്ക് മോചനം തന്നാൽ ഞാൻ അട്ടപ്പാടി മലമുകളിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചപേക്ഷിച്ചു. 2:30 മണിക്ക് എൻ്റെ മോൻ്റെ 5 ഗ്രാം കഴിഞ്ഞു. ഡോക്ടർ ഇറങ്ങി വന്ന് പറഞ്ഞു, ജോസഫിൻ്റെ തലയിലെ ബ്രെയിൻ പൊട്ടിയത്, ആ ബ്ലോക്ക് അടഞ്ഞു, ഓപ്പറേഷൻ വേണ്ട എന്ന് എൻ്റെ ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ ഇറങ്ങി വന്ന്. ഇപ്പോൾ എൻ്റെ മോൻ ഒരു മരുന്നും കഴിക്കുന്നില്ല. 1.5 മാസം കഴിഞ്ഞു എൻ്റെ മോൻ ഇത് നടന്നിട്ട്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ മലമുകളിൽ വരുന്നത് അല്ലേ? ഈ മലമുകളിൽ ആദ്യമായിട്ടല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. വല്ലഭനീ എന്നഭയം വന്നിടുമോ പിന്നഭയം, വല്ലഭനീ എന്നഭയം വന്നിടുമോ പിന്നഭയം, വന്നിടുമോ പിന്നഭയം. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ചിരിക്കുമ്പോൾ ഹൃദയം നുറുങ്ങി മക്കളെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനായ യേശു ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധന നിമിഷങ്ങളിൽ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. രോഗികൾ ഇപ്പോൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങയുടെ രക്തം കൊണ്ട് എൻ്റെ മനസ്സിലെ എല്ലാ പാപങ്ങളും കഴുകണമെന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് വരെ യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയം സമർപ്പിക്കാത്തവർ ഹൃദയം സമർപ്പിച്ച്, യേശുവേ, അങ്ങയുടെ തിരുരക്തം എനിക്ക് വേണ്ടി കൂടിയുള്ളതാണ്, എന്നെ വിശുദ്ധീകരിക്കണം, ഞാൻ പാപിയാണെന്ന് പറയുക. ഇന്ന് തൊട്ട് എല്ലാ പാപം നിർത്തി യേശുവിന് ഹൃദയം സമർപ്പിക്കുക. 2 കരങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് ഉയർത്തുക. കുട്ടികൾ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം തിരുലിഖിതം. യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. കൈകൾ 2 ഉയർത്തിപ്പിടിക്കുക, ഉറക്കെ സ്തുതിക്കുക. തിരുരക്തത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. കുടുംബം മുഴുവനിലേക്ക് തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ വലിയ വിടുതൽ സംഭവിക്കട്ടെ. പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ. പാപത്തിൻ്റെ ആധിപത്യങ്ങൾ കഴുകപ്പെടട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. സർവ്വ മക്കളും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. പിതാവേ, യേശുവിന്റെ രക്തത്താൽ
യേശുവിനാൽ ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര പീഡകൾ വിട്ടുപോകട്ടെ. അത്ഭുതങ്ങൾ ഇപ്പോൾ യേശു രക്തത്താൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന.